ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് പറഞ്ഞാണ്. മാത്രമല്ല, ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നെ ഉണ്ടായത്. രാജ്യം പ്രതിസന്ധിയിലേക്ക് പോയി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുമില്ല. അപ്പം പിന്നെ മിണ്ടാണ്ടിരുന്നു എന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരു റൗണ്ട് കൺവെൻഷൻ പോലും കഴിഞ്ഞില്ലേ. പത്രക്കാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ. സത്യം ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ഇത്രയും ഒക്കെ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം സമയമില്ല. ഇല്ല, പിന്നെ നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും. കാലാവസ്ഥ മറ്റു കാര്യങ്ങൾ ജനറലായിട്ടുള്ള വിഷയമാണ്. നിലമ്പൂരാണ് അത്. പിന്നെ UDF മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഗവൺമെൻറ്റാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ആധികാരികമായി അഭിപ്രായം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ UDF അതിനെ നേരിടും. UDF അവിടെ വിജയിക്കുകയും ചെയ്യും. എന്താണ് ഈ ഒരു കോൺഫിഡൻസ്? ഏത് തരത്തിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്? സർക്കാർ വിരുദ്ധ വിജ്ഞാനമാണോ അല്ലെങ്കിൽ വികസനമാണോ? ഇപ്പോൾ വലിയ മൃഗശല്യം, കടുവയൊക്കെ തിരയുന്നത്, അത്തരം വിഷയങ്ങളൊക്കെ തരത്തിൽ എല്ലാം കൊണ്ടും UDF അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വിഷയവും മര്യാദക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ല. മലയോര മേഖലയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളെക്കൊല്ലി കടുവ ഇപ്പോഴും അതിൽ നടക്കുകയാണ്. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. പറയേണ്ട കാര്യം പിന്നെ വേറെ ഉണ്ടോ? സ്ഥാനാർത്ഥി അറിയേണ്ട താമസമേ ഉള്ളൂ. UDF ജയിക്കുന്നു ഇപ്പം നിങ്ങൾ തന്നെ പറയാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും. കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്. അവർ താമസിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ഒരു രീതി കോൺഗ്രസിനും UDF-നുണ്ടായിരുന്നു. ശരി, പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴെ വരുന്നതാണ്. ലീഗിന് വലിയ നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്.